ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഇന്നൊരു ഗംഭീര കഥ, അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിപൊളി ട്വിസ്റ്റുള്ള ഒരു ഇറ്റാലിയൻ ക്രൈം ത്രില്ലർ മൂവിയുടെ കഥയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഒരു 2-3 ട്വിസ്റ്റുകളുണ്ട്, ഒരു രീതിയിലും നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യില്ല. എന്തായാലും കഥയെക്കുറിച്ച് ചെറിയൊരു സൂചന ഞാൻ തരാം. അത്യാവശ്യം നല്ല ഇരുട്ടുള്ളൊരു രാത്രിയാണ്. ആ രാത്രിയിൽ നല്ല മഞ്ഞുണ്ട്. ഈ മഞ്ഞുകൾക്കിടയിൽ വെച്ചിട്ട് അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാതാവുകയാണ്. അപ്പൊ ഈ കേസ് തെളിയിക്കാനായിട്ട് ഒരു കേസ് ഏറ്റെടുത്താൽ അതിന്റെ അങ്ങേ അറ്റം വരെയും പോയിട്ട് അത് തെളിയിക്കുന്ന ഒരു ഉറപ്പെടുത്ത ഒരു ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ തന്നെ ഈ ഒരു കേസിലേക്ക് വരികയാണ്. ഇതിനുശേഷം ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്ന് ഓരോ ഭാഗത്ത് വെച്ചും ഈ ഓഫീസർക്ക് പറ്റിയ തെറ്റുകൾ, പിഴവുകൾ, അവസാനം ആ ഒരു സൈക്കോപാത്തിനെ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഞെട്ടിപ്പോവും. ഒരു മരണമാസം മാരക ട്വിസ്റ്റ് തന്നെ. വെറുതെ കിടന്ന് തള്ളുകല്ല, നിങ്ങൾ കണ്ടുപോക്ക്, അപ്പം മനസ്സിലാവും. അപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് ഗേൾ ഇൻ ദ ഫോഗ്. മഞ്ഞുകൾക്കിടയിലെ ഒരു പെൺകുട്ടി. നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി. ചുറ്റുഭാഗത്തൊന്നും ആരുമില്ല. ഈ സമയത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ബാഗ് ധരിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് വരികയാണ്. പിന്നീട് കോടമഞ്ഞുകൾക്കിടയിലൂടെ പോയ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ഫ്ലോറസ് എന്നൊരാളുടെ വീട്ടിൽ കാണിക്കാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്, താങ്കൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡോക്ടർ ഫ്ലോറസ് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ മാനസിക രോഗമുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു സൈക്യാട്രിക് ഡോക്ടറാണ് ഈ ഡോക്ടർ ഫ്ലോറസ് എന്ന് പറയുന്നത്. പോകുന്ന വഴിയിൽ ഡോക്ടർ ഫ്ലോറസ് ആ വഴിയിൽ തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ തന്നെ കോട്ടെല്ലാം ധരിച്ചുകൊണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ ഡോക്ടറിനെ വിളിച്ചത്. ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആ ഒരു പ്രായമായിട്ടുള്ള ആളെ നിങ്ങൾ കണ്ടോ? ഇയാളാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡിറ്റക്റ്റീവ്, കുറച്ച് പ്രായമുള്ള വോഗൽ. അപ്പൊ വോഗലിനൊന്നും തിരിയുന്നില്ല. വോഗൽ ഇപ്പോൾ ഡോക്ടർ ഫ്ലോറസിനോട് ചോദിക്കണം, അല്ല ഡോക്ടറെ, എന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇതേ സമയത്തിന് ഫ്ലോറസ് പറയാണ്, സാറേ, താങ്കൾ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള വോഗൽ പറയാണ്, എടോ, വരുന്ന വഴിക്ക് നല്ല കോടമഞ്ഞായിരുന്നു, ഇതിന്റെ ഇടയിൽ എനിക്കൊന്നും മര്യാദക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ അവിചാരിതമായിട്ട് സംഭവിച്ചൊരു ആക്സിഡന്റ് ആണ്, അതിനെന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഡോക്ടർ പറയാണ്, സാറേ, അതല്ല പ്രശ്നം, നിങ്ങൾ അങ്ങനെ ആക്സിഡന്റ് ആയത് പോട്ടെ, നിങ്ങളുടെ ഡ്രസ്സിൽ എങ്ങനെയാണ് ആ ഒരു രക്തത്തിന്റെ പാടുകൾ വന്നത്? ഇപ്പോഴാണ് കണ്ണാടിയിൽ ഡോക്ടർ ഫ്ലോറസ് വോഗലിന് അത് കാണിച്ചു കൊടുക്കുന്നത്. വോഗലും ഇപ്പോഴാണത് കാണുന്നത്. ഷർട്ടിലെല്ലാം ബ്ലഡിന്റെ ആ ഒരു തുള്ളികൾ വന്ന് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ ഒരു ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഡിറ്റക്റ്റീവ് വോഗല് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത്. അപ്പൊ ഗ്രാമത്തിലേക്ക് വന്ന സമയത്ത് ഒരു റെസ്റ്റോറന്റിൽ ഒരു ചായ കുടിക്കാനായിട്ട് കയറി. ഇതേ സമയത്തിന് ആ ഒരു ടേബിളിൽ കാണാതായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു വാർത്ത കാണുന്നുണ്ട്. അന്ന എന്നാണ് അവളുടെ പേര്. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ആ ഒരു ഓണർ വന്ന് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറേ, ഇവിടെ ഒരു ആളും ഇല്ല, തിരക്കുമില്ല, പുറത്തുനിന്നും ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, എനിക്കാകും അടുത്ത്, ഞാൻ ഈ ഒരു റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്തിന് വോഗല് പറയണ്, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, അധികം വൈകാതെ നിങ്ങളുടെ ഈ ഒരു കടയിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നോളും, കാരണം ഈ ഒരു നാട് തന്നെ ഇനി ഫേമസ് ആകാൻ പോകുന്നു. ഇതിനുശേഷം വോഗല് അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഈ ഒരു നാട്ടില് ഈ റോഡ് ഉണ്ടല്ലോ, ആ റോഡിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന CCTV മറ്റു ചില കാര്യങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ യാദൃശികമായിട്ട് വോഗൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതൊന്നുമല്ല, കാര്യമായിട്ട് അന്നയുടെ മിസ്സിംഗ് കേസ് അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് വോഗൽ ഇങ്ങോട്ടേക്ക്. എന്തായാലും ഇതിനുശേഷം വോഗല് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് നേരെ അന്നയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇപ്പോൾ അച്ഛനുമുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അന്നയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ വോഗലിനോട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പെൺകുട്ടിയാണ്, ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ അവൾ ആരുടെയും കൂടി ഒളിച്ചോടിയതൊന്നുമല്ല. പള്ളി, അതുപോലെ തന്നെ വീട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ചെറിയ യാത്ര മാത്രമേ അവൾ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഡിസംബർ 23 രാത്രി നല്ല മഞ്ഞുള്ള സമയമായിരുന്നു. അപ്പോഴാണ് അവൾ ആ ഒരു ചർച്ചിലേക്ക് ചെന്നത്. ആ പോകുന്ന വഴിയിലാണ് എന്റെ മോളെ കാണാതായത്. ഇത് പറഞ്ഞുകൊണ്ട് അന്നയുടെ അമ്മ വല്ലാതെ കരയാണ്. ഇതേ സമയത്തിന് അസിസ്റ്റന്റ് ആ വീട്ടിലുണ്ടായിരുന്ന പലതരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ അന്നയ്ക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഈ വോഗല് പോവാൻ നേരത്ത് അന്നയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അന്നയുടെ എന്തോ ഒരു മാല പോലത്തെ ഒരു കാര്യമുണ്ട്, അത് ഈ വോഗലിന്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് പറയാണ്, എന്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം, കാരണം ആ ഒരു അമ്മയുടെ മുഖത്ത് അത്രയും വിഷമം ഈ വോഗലിന് കാണാൻ കഴിയുന്നുണ്ട്, തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന് വോഗല് പറയുന്നുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അതിന്റെ ആ ഒരു മുറ്റത്ത് വന്നിരുന്ന് വോഗല് ക്ലാപ്പ് ചെയ്യാണ്. അതായത് കൈവച്ച് ചുമ്മാ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതേ സെക്കൻഡിൽ തന്നെ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പെട്ടെന്ന് തന്നെ ആ ഒരു വേലിക്കൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം എന്ന് വെച്ചിട്ട്. എന്തായാലും ഇതിനുശേഷം വോഗല് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അത്യാവശ്യം കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഓഫീസാണ് അവിടെ. ഇപ്പോൾ അദ്ദേഹത്തിന് തുടക്കത്തിൽ മനസ്സിലായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകാറുള്ള ആ ഒരു ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. അതായത് ഇതിനിടയിൽ വെച്ചാണ് ആ ഒരു കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല, ചെറിയൊരു ശബ്ദം വരെ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയും, കാരണം
കാരണം വീടുകളൊക്കെ അത്ര അടുത്താണ്. ഞാൻ ചുമ്മാ ഒന്ന് ക്ലാപ്പ് ചെയ്ത് നോക്കി. ആ സമയം തന്നെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് നോക്കി. ഇതിനർത്ഥം എന്താണ്? ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആരോ ഒരാള്, അന്നയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആരോ ഒരാള് വലിയ ഒച്ചവും ബഹളവും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു റേഡിയസിൽ വെച്ച്, അതായത് അവളുടെ വീട് ചർച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ആ ഇടയിൽ വെച്ച് അന്നയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ഈ ഭാഗത്തുള്ള എല്ലാവരെ കുറിച്ചും നമുക്കൊരു നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കേസുകൾ, റേപ്പ് അറ്റംപ്റ്റ്സ്, അതുപോലെ തന്നെ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരിലൂടെയൊക്കെ നിങ്ങളൊരു അന്വേഷണം നടത്തിക്കളാം. എന്തായാലും ഇതിനുശേഷം വോഗർ നേരെ അന്നയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു ക്യാമറയിൽ ചില വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അന്നയുടെ അച്ഛനും അമ്മയും അവിടെ ആ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അവരിങ്ങനെ പറയാണ്, മോളെ നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു പോവാ മോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെല്ലാം തരം പൂച്ചകളുണ്ടോ എല്ലാത്തിനും ഞങ്ങൾ വാങ്ങി തന്നോളാം. എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം ഇനി മീഡിയാസിന് കൊടുക്കും. അതുപോലെ തന്നെ അയൽവാസികളായിട്ടുള്ള ആൾക്കാരും അന്നയുടെ ഈ ഒരു മിസ്സിംഗിൽ അവൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രയറും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം വോഗർ അദ്ദേഹത്തിന്റെ ചില സ്റ്റാഫുകൾക്ക് വെള്ള തുണിയും കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെയോ കോട്ടുകൾ കൊടുത്തിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. ഒരു മലയുടെ താഴ്വാരാണ്, അവിടെ പോയിട്ട് നിങ്ങൾ തെരച്ചിൽ ആരംഭിക്കണം, എന്നിട്ട് പത്രക്കാരോടും കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ എന്തിനാ സാറെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ചുമ്മാ ഒരു ഷോ ഓഫ് മാത്രമാണ്. അതായത് അവിടെ ആരുമില്ല, ചുമ്മാ ഇവർ അവിടെ പോയിട്ട് തെരയുന്നു, മീഡിയക്കാർ അങ്ങോട്ടേക്ക് വന്നു, ഇതാകെ കൂടി ഒരു വാർത്തയാകുന്നു. ചുമ്മാ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യലാണ്. ഇത് വോഗറിന്റെ ഒരു സ്റ്റൈലാണ്. ഈ രീതിയിൽ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഫേമസ് ആകുമ്പോൾ മേ ബി ആ ഒരു കൊലയാളി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആള് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തായാലും ഇതേ സമയത്ത് തന്നെയാണ് വോഗറിന്റെ ഓഫീസിലേക്ക് നമ്മുടെ അന്നയുടെ അച്ഛൻ വരുന്നത്. ഈ അച്ഛൻ വന്നിട്ട് പറയാണ്, സാർ എനിക്ക് വല്ലാതെ പേടിയാകുന്നു, എന്റെ മകൾ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതേ സമയത്തിന് വോഗർ പറയണം, നിങ്ങൾ പേടിക്കേണ്ട, എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കും. എന്തായാലും വോഗറിന്റെ അടുത്തേക്ക് ഈ അച്ഛൻ വന്നില്ലേ. അപ്പൊ അന്നയുടെ ഒരു ഡയറി ഉണ്ട്, എനിക്കത് അവളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. ഇത് പറഞ്ഞിട്ട് അന്നയുടെ അച്ഛൻ ആ ഒരു ഡയറി ഇപ്പോൾ വോഗറിനെ ഏൽപ്പിക്കുകയാണ്. വോഗർ ഇപ്പോൾ ആ ഒരു ഡയറി തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ അന്നയുടെ ഫോട്ടോ ഉണ്ട്, അവളുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ബ്രസിലിയ അവളുടെ ഫോട്ടോ ഉണ്ട്. എന്തായാലും ഈ ഡയറിയുമായിട്ട് ഈ ഒരു ഏരിയയിൽ, ലോക്കൽ ഏരിയയിലുള്ള ഒരു ചെറിയ ന്യൂസ് റിപ്പോർട്ടർ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു എന്താ പറയാ, ഒരു വാർത്ത ഉണ്ടാക്കണം എന്ന് പറയാണ്. ഈ ഒരു ഡയറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അതായത് ഈ വലിയ വലിയ ചാനലുകളിൽ വാർത്ത കൊടുക്കാതെ ഈ ലോക്കൽ ചാനൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള അതുപോലെയുള്ള ചാനലുകളിൽ ഇതേ രീതിയിലുള്ള വാർത്തകൾ വന്നാൽ അത് ആ നാട്ടുകാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു വാർത്ത ഈ ഒരു ഡയറി വെച്ച് ഉണ്ടാക്കാനാണ് വോഗൽ പറയുന്നത്. എന്നാൽ ആ ഒരു ഡയറി നോക്കിയ സമയത്ത് ഈ മീഡിയ ലേഡി പറയാണ്, സാറേ ഇത് ഈ പറഞ്ഞതുപോലെയുള്ള വാർത്തയാക്കാൻ മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല, മാത്രമല്ല ഈ ഒരു ഡയറി കണ്ടോ, ഇതൊരു 13-16 വയസ്സുള്ള പെൺകുട്ടി ഒരിക്കലും എഴുതി വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. ഇതാരും ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച് ഫേക്കായി ഉണ്ടാക്കി വെച്ചതാണ്. സോ ഇതിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇത് വെച്ച് നടക്കില്ല അല്ലേ, എന്നാ പിന്നെ വേറൊരു വാർത്ത ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വോഗൽ ഇപ്പോ ഈ കാണാതായ അന്നയുണ്ടല്ലോ അവളുടെ വീട്ടിന്റെ മുന്നിലായിട്ട് ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെക്കുകയാണ്. മാത്രമല്ല അതിന്റെ മുന്നിലായിട്ട് ഒരുപാട് പൂച്ചകളുടെ പാവക്കുട്ടികളും വെക്കുന്നുണ്ട്. ഇതിങ്ങനെ അന്നയുടെ വീട്ടിന്റെ മുന്നിൽ കണ്ട സമയത്ത് നാട്ടുകാരിൽ പല ആൾക്കാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ അന്നയ്ക്ക് വേണ്ടി അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതായത് വോഗലും ഇത് പ്ലാൻ ചെയ്താണ്. ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ മേ ബി ആ ഒരു കില്ലറോ കിഡ്നാപ്പറോ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. വിചാരിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ തലയിലൂടെ തൊപ്പിയെല്ലാം ധരിച്ചിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിക്കുന്ന ഒരു പയ്യൻ വേഗമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അത് വെച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച പൂച്ചകളിൽ ഒരെണ്ണം അവന്റെ കോട്ടിലേക്ക് എടുത്ത് മറിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള പോലീസുകാർ വോഗലിനോട് സാറേ അവനെ അറസ്റ്റ് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ വോഗൽ സമ്മതിക്കുന്നില്ല, വേണ്ടാന്ന് പറയാണ്. ഇനി അവനെങ്ങാനും ആ ഒരു കുറ്റവാളി അല്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും, അതുകൊണ്ട് വേണ്ട, വിട്ടേക്ക്, അവനൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറയാണ്. ഓക്കെ, പോലീസുകാർ നോട്ട് ചെയ്തു. ബോർഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ നാട്ടിലെ തന്നെ ഒരു ലോക്കൽ സ്റ്റേഷനിലെ പോലീസ് വരികയാണ്. ഒരു ലേഡിയാണ്. അപ്പൊ ഈ ലേഡി പോലീസ് വന്നിട്ട് വോഗലിനോട് ചൂടാവുകയാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഈ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരെയും ചോദ്യം ചെയ്യണമെന്നോ? അതൊന്നും നടക്കുന്ന കാര്യമില്ല, ഈ ഗ്രാമവാസികളെ വെറുതെ ബുദ്ധിമുട്ടിക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മുടെ വോഗൽ പറയാണ്, ഹേയ് പോലീസുകാരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവളുടെ ആ ഒരു കിഡ്നാപ്പ് അത് നടന്നിരിക്കുന്നത് അവളുടെ വീടിന്റെയും ചർച്ചിന്റെയും ഇടയിൽ വെച്ചാണ്. അതും ഇത്രയും ആൾക്കാർ താമസിക്കുന്ന, ഒരൊച്ച കേട്ടാൽ എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവളെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ 100 അല്ല 110% ഉറപ്പാണ് ഈ നാട്ടിലെ തന്നെ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യാതല്ല മറ്റൊരു വഴിയില്ല. ഇവിടെ സിൻകട്ടെ നമ്മുടെ വോഗല് മറ്റെന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ലോക്കൽ ഏരിയയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ്. ഈ വക്കീൽ ഒരു കാര്യം ചാനലിലൂടെ വന്ന് പറയാണ്, ഈ വോഗൽ അടുത്തിടെ നടത്തിയ ഒരു കേസ് ഉണ്ട്, റോമിയോ കേസ്. അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കറപ്ഷൻ നടന്നിട്ടുണ്ട്, ഇയാൾക്ക് നല്ല രീതിയിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഇതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കേസൊക്കെ ഏൽപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെയുള്ള രീതിയിൽ ഈ വക്കീൽ വന്ന് വളവളവളാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഇതൊന്നും നമ്മുടെ ഈ വോഗൽ മൈൻഡ് ആക്കുന്നില്ല, ഇയാളുടെ ഡ്യൂട്ടി ആ ഒരു രീതിയിൽ മാത്രം. ഇതേ സമയത്ത് തന്നെ വോഗലിന് കോൾ വരികയാണ്, സാറേ ആ പറഞ്ഞതുപോലെ ആ പയ്യന്റെ വീട് ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ബോർഗിയുടെ വീട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ വോഗൽ പറയണം, ഒന്നും ചെയ്യേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം. അങ്ങനെ ബോർഗിയുടെ ആ ഒരു വീട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വോഗലിനും കിട്ടിയല്ലോ. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി, ഒരു ബേസ്മെന്റിലാണ് അവന്റെ വീട്. താഴോട്ട് പതിയെ ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ ആ ഒരു ലാപ്ടോപ്പ് അവിടുത്തെ ടേബിളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ആ ഒരു പൂച്ചക്കുട്ടിയുടെ പാവയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വോഗൽ ആ ഒരു ലാപ്ടോപ്പ് തുറന്നു നോക്കിയ സമയത്ത് അത് ലാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള അന്നയുടെ കുറെ വീഡിയോസ് ആയിരുന്നു. എന്തായാലും അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോർഗി പെട്ടെന്ന് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേൽക്കുകയാണ്. ഈ വോഗലിന് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ ബോർഗി അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എടുത്ത്
ഷൂട്ട് ചെയ്യാണ്. ആരെ? നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവിനെ. അതായത് നേരത്തെ അസിസ്റ്റന്റ് വിളിച്ച് ബോർഗിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്കന് മെന്റലി എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വഴിയോ പോകുന്നവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ പ്രണയിക്കുന്നവരുടെയൊക്കെ ആ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല പെടയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇപ്പൊ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വോഗല് ഈ ഒരു കാര്യം അതായത് ബോർഗിയോട് പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നെ ഫേമസ് ആക്കി തരാം, ഒറ്റ ദിവസം കൊണ്ട് ഫേമസ് ആക്കി തരാം, നീ ഇതിലെ അവളുടെ എല്ലാ ഫുട്ടേജും നീ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. ഈ കാര്യങ്ങളൊന്നും ബോർഗി മൈൻഡ് ആക്കുന്നേ ഇല്ല. അവന് പോയിട്ട് നമ്മുടെ ഈ അന്നയുടെ കുറെ അധികം വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോകളിൽ നിന്നുള്ള കോമൺ ആയിട്ട് വോഗലിന് ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റി. അതായത് ഒരു വെള്ള കളർ ജീപ്പ്. ഇവിടെ വെച്ച് തന്നെ വോഗൽ ഇത് നോട്ട് ചെയ്യാണ്. ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ വോഗൽ ഡോക്ടർ ഫ്ലോറസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്ലോറസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ പയ്യനുണ്ടല്ലോ ബോർഗി, അവനെ ട്രീറ്റ് ചെയ്ത ഞാനാണ്. കുറച്ചു കാലൊക്കെ നോർമൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും പഴയതുപോലെ തന്നെ ആ ഒരു ക്യാമറ എടുത്ത് അവൻ ഇറങ്ങി എന്നത് വലിയ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഇപ്പൊ ഡോക്ടർ ഫ്ലോറസ് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. അല്ല സാറേ, നിങ്ങളുടെ ദേഹത്ത് എങ്ങനെയാണ് ആ ഒരു രക്തം വന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ പറ. ഇതേ സമയത്തിന് വോഗൽ അതിനെക്കുറിച്ച് പറയാതെ ഞാൻ പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അന്ന, അവൾ ഈ ഒരു ഗ്രാമത്തിലുള്ള ആരോ തന്നെയാണ് കടത്തിയത്. ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ നാട്ടുകാരിൽ ചില ആൾക്കാർ തന്നെ മനഃപൂർവ്വം ഇത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും വീണ്ടും വേറൊരു കഥയിലേക്ക് കൂടെ പോയാലോ? വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇപ്പൊ ഒരു കോളേജിൽ, അതായത് നമ്മുടെ അന്ന പഠിക്കുന്ന ആ ഒരു കോളേജിലാണ്. അവിടെ തന്നെ ഒരു ക്ലാസ് കാണിക്കുന്നുണ്ട്. പ്രൊഫസർ ലോറിസ്, ഇദ്ദേഹമാണ് ഇപ്പൊ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിംഗ് ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കഥ ഉണ്ടാവണമെങ്കിൽ ആ ഒരു കഥയിൽ നല്ലൊരു വില്ലൻ വേണം. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ഈ ഒരു പ്രൊഫസർ ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് അന്നയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ബ്രസിലിയ, അവളുടെ ഫോട്ടോ നേരത്തെ തന്നെ ആ ഒരു ഡയറിയിൽ വെച്ച് നമ്മുടെ വോഗർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബ്രസിലിയ വന്നിട്ട് പ്രൊഫസർ ലോറിസിനോട് ചോദിക്കുന്നുണ്ട്, സാറേ എനിക്ക് ആക്ടിങ് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പറഞ്ഞു തരുമോ? ആ ഒഴിവുള്ള സമയത്ത് നീ ഓഫീസിലേക്ക് വന്നാൽ മതി. ഇതേ സമയത്ത് തന്നെ ഈ ബ്രസിലി പറയാണ്, സാർ അത് വേണ്ട, ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് സാറ് നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറേ. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോറിസ് അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുകയാണ്, ഒന്ന് നോട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം അടുത്ത സീനിൽ ഈ പ്രൊഫസർ ലോറിസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കാണിക്കുകയാണ്. ഭാര്യയായിട്ടുള്ള സ്റ്റെല്ലിങ് കൂടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാകാം. നല്ല കഷ്ടപ്പാടിലാണ്, അതും സാമ്പത്തികമായിട്ട് തന്നെ. നല്ല അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷനും അവരുടെ ആ ഒരു മുഖത്ത് കാണാം. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ ലോറിസ് പറയുന്ന, സ്റ്റെല്ല ഞാനൊരു ട്രക്കിങ്ങിന് പോയിട്ട് വരാം, വല്ലാത്ത എന്തോ ഒരു ടെൻഷൻ പോലെ, പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടുമല്ലോ. ഇത് പറഞ്ഞിട്ട് ഈ ലോറിസ് ഒരു ട്രക്കിങ്ങിന് പോവാണ്. അങ്ങനെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ലോറിസും അതുപോലെ തന്നെ സ്റ്റെല്ലയും വാർത്ത കാണുന്നത്. അതായത് ഈ ലോറിസിന്റെ കോളേജിൽ പഠിക്കുന്ന അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടി എവിടെയാ പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഈ സ്റ്റെല്ല പറയുന്ന സമയത്ത് ലോറിസ് പറയാണ്, ഒരു പെൺകുട്ടിയല്ലേ, 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കോളും, വല്ല പയ്യന്മാരുടെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. സ്റ്റെല്ലയും ഇത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ സ്റ്റെല്ല ഈ സമയത്ത് ലോറിസിന്റെ കയ്യിൽ ഒരു മുറിപ്പാട് കാണുകയാണ്. ഇതെന്താണെന്ന് ലോറിസിനോട് ചോദിച്ചപ്പോൾ ലോറിസ് പറയാണ്, അത് പിന്നെ ട്രക്കിങ്ങിന് കയറുന്ന സമയത്ത് ഒന്ന് തെന്നിപ്പോയി, പിടുത്തം കിട്ടിയത് ഒരു മുള്ളുമരത്തിലാണ്, ആകെ കോറിപ്പോയി കൈ. പിന്നീട് രാത്രിയായി. ഇപ്പോ ഇവര് രണ്ടുപേരും, അതായത് ലോറിസും സ്റ്റെല്ലയും കൂടെ മകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകളാണെങ്കിൽ ഫുൾ ടൈം ഫോണിൽ അങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോറിസ് പറയുന്നുണ്ട്, മോളെ ഈ ഫുഡ് കഴിക്കുന്ന നേരത്തെങ്കിലും അതൊന്ന് മാറ്റി വെക്ക് എന്നൊരു രീതിയിലും അച്ഛനാണെന്നുള്ള ആ ഒരു റെസ്പെക്ട് ആ ഒരു പെൺകുട്ടി ഇയാൾക്ക് കൊടുക്കുന്നില്ല, അതായത് ലോറിസിന് കൊടുക്കുന്നില്ല. കാരണം 10 പൈസക്ക് ഗതിയുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ചില കുട്ടികൾക്ക് അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ കാശില്ലാതായിട്ടുണ്ടെങ്കിൽ ഒരു താരി പോലും റെസ്പെക്ട് അവർ കാണിക്കില്ല. ചില മക്കൾ കാണിക്കുന്ന ഒരു നാറിയ സ്വഭാവമാണത്. ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു കാലത്ത് നിങ്ങൾക്കും ഇതേ രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ. എന്തായാലും പാവം നമ്മുടെ ഈ ലോറിസിന് പ്രശ്നങ്ങളുണ്ടല്ലോ ഒരുപാട്. അതുകൊണ്ട് തന്നെ ഈ അന്നയുടെ കൂട്ടുകാരി ബ്രസിലിയെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോറിസ് മെസ്സേജ് അയക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പൈസ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അതെങ്കിലും ആയല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ. ഇതേ സമയത്ത് ഭാര്യയായിട്ടുള്ള സ്റ്റെല്ല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫോണെല്ലാം മാറ്റി വെച്ച് അവളോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു ചായ എല്ലാം കുടിച്ച് ആ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ അന്നെ കാണാതായില്ലേ, അതിന്റെ ആ ഒരു മിസ്സിംഗ് പോസ്റ്റർ, പിന്നെ തിരയാനായിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്, നിങ്ങൾ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണത്. എന്തായാലും ആ ഒരു കൂട്ടത്തിൽ പോവാന്ന് നമ്മുടെ ലോറിസ് തീരുമാനിച്ചു. അതുപോലെ തന്നെ രാത്രിയായപ്പോൾ തിരിച്ചു വരികയാണ്. എന്തോ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്, പണത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് തന്നെ. അപ്പൊ ലോറിസ് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എടി നമുക്ക് നല്ലൊരു ചെറിയ ട്രിപ്പിന് പോയാലോ? ഇതേ സമയത്ത് സ്റ്റെല്ല പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് എന്തായാലും പോവാം, നമ്മളൊന്ന് ഫ്രീ ആവുമല്ലോ. അതുപോലെ തന്നെ ലോറിസ് ആ ഒരു താടിയെല്ലാം വടിക്കണോ, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം, എന്നിട്ട് ആ ഒരു താടിയെല്ലാം പോയണ്ടല്ലോ ഒരു 10 വയസ്സ് കുറഞ്ഞു കിട്ടും, നല്ല ലുക്കാവൂടാച്ചുള്ള. ആയിക്കോട്ടെ ഞാൻ താടി പഠിക്കാം, എന്തായാലും നമുക്കൊന്ന് പെട്രോൾ അടിച്ചു വെക്കാൻ വണ്ടിയിൽ. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. മാത്രമല്ല ഇതുപോലുള്ള സ്റ്റേഷനിൽ ചെറിയ ചെറിയ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കോഫി കുടിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ചുമ്മാ ഒന്ന് കയറുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ടിവിയിൽ ഒരു വാർത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അന്നയെ തട്ടിക്കൊണ്ടുപോയ ആള്, അയാളുടെ ആ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു വെള്ള ജീപ്പാണ്. ഇപ്പൊ പെട്ടെന്ന് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഫസർ ലോറിസിനെ നോക്കുകയാണ്. കാരണം ഇയാളുടെ ആ ഒരു ജീപ്പും വെള്ള ജീപ്പ് തന്നെയാണ്, ഒരുപോലെയുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ നോക്കുന്നതുകൊണ്ട് തന്നെ പ്രൊഫസർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, വേഗം വീട്ടിലേക്ക് എത്തി. മകളും അവിടെയുണ്ട്, ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. അവളാകെ കരഞ്ഞ് നിലവിളിക്കുകയാണ്, എന്തെന്ന് അച്ഛ അതൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ ഒന്നും തിരിയാതെ നമ്മുടെ ഈ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. സാറേ നിങ്ങൾ പറയുന്ന ആ ഒരു വണ്ടി അതെന്റേതാണ്, പക്ഷേ ഈ കാര്യം ഒന്നും ചെയ്ത് ഞാനല്ല, ഞാൻ നിരപരാധിയാണ് സാറേ. ഇതേ സമയത്ത് തന്നെ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഓക്കെ ഞങ്ങൾ ആ ഒരു കാര്യം കുറച്ച് സീക്രട്ടായി വെച്ചായിരുന്നു,
പറയുന്നു എങ്ങനെയാണ് ഇത് ലീക്ക് ആയത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഒരു വക്കീലിനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി വെച്ചോ. ഇപ്പൊ അപ്പുറത്തും സംസാരിച്ച ആ ഒരു പോലീസുകാരനെ കാണിക്കുകയാണ്. എന്നാൽ ഇയാൾ ഒറ്റയ്ക്കല്ല ഇത് പറയുന്നത്, അവിടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. വോഗറിന്റെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സംശയം ഈ പ്രൊഫസർ ലോറിസിനെ തന്നെയാണ്. എന്തായാലും ഇപ്പൊ മുതൽ ഓൾറെഡി കഷ്ടപ്പാടിലായിരുന്ന പ്രൊഫസർ ലോറിസിന്റെ ആ ഒരു കഷ്ടകാലം ആരംഭിക്കാൻ വേണ്ടി പോവാണ്. പിറ്റേ ദിവസം രാവിലെയായി ഇപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ പ്രസ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ് കേട്ടോ. ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മുട്ട വെച്ചും ബാക്കിയുള്ള ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഫസറിനെ എറിയാൻ തുടങ്ങുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ ഇയാൾ അപമാനിച്ച് കളയുന്നുണ്ട്. ഈ മനുഷ്യനാണെങ്കിൽ ആകെ തകർന്നു പോവാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരു വാഹനം വന്നിട്ട് അതിലേക്ക് ഈ ലോറിസിനെ കയറ്റി പോവാണ്. മറ്റാരുമല്ല, നമ്മുടെ വോഗറിനെ കുറിച്ച് കുറ്റം പറഞ്ഞൊരു ലോക്കൽ വക്കീലില്ലേ, അയാൾ തന്നെ. അപ്പൊ ഈ വക്കീലിനെ കണ്ട സമയത്ത് തന്നെ ലോറിസ് ചോദിക്കുന്നുണ്ട്, സാറേ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇവരുടെ എല്ലാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ വിചാരിക്കും ഞാനിത് ഒരാഴ്ച പ്ലാൻ ചെയ്തിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയതാണ്. ഇതേ സമയത്തിന് വക്കീൽ പറയുന്നത്, എടോ നിന്നെയല്ല കണ്ടുപിടിച്ചത്, നിന്റെ ആ ഒരു വണ്ടിയാണ്. മിക്കവാറും നിന്റെ വണ്ടി ആരോ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ വായ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഇതാ എന്റെ കാർഡ്. പിന്നെ ആ ഒരു വോഗല് അയാൾ വിശ്വസിക്കാൻ പറ്റില്ല, പല ഉടായ്പകളും അയാൾ കാണിച്ചു കൂട്ടും. ഇതുപോലെ തന്നെ ഇപ്പൊ വോഗല് ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട് കുറ്റവാളി എന്ന് പറയുന്നത് ഈ പ്രൊഫസർ ലോറിസ് തന്നെയാണ്, അത് 100 അല്ല 110% ഉറപ്പാണെന്ന്. ഇതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് പത്രക്കാർ ചോദിക്കല്ലോ. ഇപ്പൊ വോഗല് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വെയിറ്റ് ജീപ്പ് അത് തന്നെ, അത് മാത്രമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു കോളേജിൽ തന്നെയാണ് അന്നെ പഠിച്ചതും. പിന്നെ വേറെയും സാക്ഷികളുണ്ട്, പ്രധാനമായിട്ടും അവളുടെ ആ ഒരു കൂട്ടുകാരി തന്നെ. ഇതേ സമയത്ത് തന്നെ ഒരു റിപ്പോർട്ടർ ലേഡി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ല വോഗൽ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ കേസ് ഓർമ്മയുണ്ടോ? നിങ്ങൾ കാരണം ഒരു നിരപരാധി 4 വർഷമാണ് ജയിലിൽ കിടന്നത്. പലതരം കള്ളസാക്ഷികളെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സാറേ? ഇത് കേട്ട സമയത്ത് വോഗലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനാണ്. ഞാൻ കണ്ടുപിടിക്കും ഒന്നിലേക്ക് കേസ് തെളിയിക്കും, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഇത് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ വോഗൽ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ പ്രൊഫസർ ലോറിസിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റെല്ല അതുപോലെ തന്നെ മകള് എല്ലാവരും ആകെ ഒരു ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും ഇവര് തന്നെയാണ് ആ ഒരു കുറ്റവാളി എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഇപ്പോ നാട്ടിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ടുള്ള മാനനഷ്ടം. അപ്പൊ പിന്നെ ആ ഒരു വക്കീലിനെ വിളിക്കാന്ന് തന്നെ ഇപ്പോ ലോറിസ് തീരുമാനിക്കുകയാണ്. കേസ് മുന്നോട്ടേക്ക് പോകണ്ടേ. ഇതേ സമയത്ത് തന്നെ വോഗലിന്റെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വന്ന പാട് തന്നെ ഇയാളൊന്ന് പരിശോധിക്കണം, അതുപോലെ തന്നെ ഈ വീടും പരിശോധിക്കണം എന്ന് പറയാണ്. മാത്രമല്ല ഈ ലോറിസിന്റെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടായിട്ടില്ലേ, ആ ഒരു മുറിവിലും DNA സാമ്പിളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, അത് പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട് മുഴുവനായിട്ട് പരിശോധിച്ചെങ്കിലും വോഗലിന്റെ ആൾക്കാർക്ക് ഇവിടെ വെച്ച് ഒന്നും ലഭിച്ചില്ല. മാത്രമല്ല ആ ഒരു വെള്ള ജീപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലും ഒരുപാട് പരിശോധന നടത്തി, എന്നാൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആകെ ഇവർക്ക് കിട്ടിയത് ഒരു പൂച്ചയുടെ കുറച്ച് രോമങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവിടെ വെച്ച് നമ്മുടെ വോഗലിന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. അന്നയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പൂച്ചകളാണ്. അപ്പൊ പൂച്ചയുടെ രോമങ്ങൾ ഈ ഒരു വണ്ടിയിൽ വരണമെങ്കിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ. എന്തായാലും വോഗൽ ഇപ്പോ ഈ അന്നയുടെ അമ്മയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തോ ആ ഒരു സ്ത്രീക്ക് മാനസികം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ അന്നയെ കണ്ടുപിടിച്ചു കൊടുക്കണം, ഇനി അഥവാ അന്ന മരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നീതി മേടിച്ചു കൊടുക്കണം. ആ ഒരു കാര്യത്തിൽ വോഗൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് വോഗലിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് പ്രൊഫസർ ലോറിസ് കുറ്റവാളിയല്ല നിരപരാധിയാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ ഈ ഒരു മെസ്സേജ് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ആര്, നമ്മുടെ വോഗൽ തന്നെ. ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ലോറിസിനെയും അതുപോലെ സ്റ്റെല്ലയും കാണാനായിട്ട് മറ്റേ ആ ഒരു വക്കീലുണ്ടല്ലോ ഇയാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ വോഗല് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു എന്താ പറയുക ഒരു വൃത്തിയായിട്ട മനുഷ്യനാണ്. ഇയാളുടെ കഴിഞ്ഞ കേസിൽ തന്നെ ഒരു ബ്ലാസ്റ്റ് കേസാണ്. ഒരു നിരപരാധിയെ എന്തൊക്കെയോ ഫേക്ക് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഇയാളങ്ങോട്ട് പൊക്കി. കുറെ ഫേക്ക് ആയിട്ടുള്ള സാക്ഷികളായിരുന്നു. 4 വർഷമാണ് പിന്നീട് ആ ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നത്. പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞ സമയത്ത് 4 വർഷത്തിന് ശേഷം ഇയാളെ വെറുതെ വിട്ടു. അതുപോലെ തന്നെ നഷ്ടപരിഹാരമായിട്ട് $1 മില്യൺ അങ്ങനെ എന്തോ കൊടുക്കേണ്ടത്. ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ ലോറിസ് പറയുന്നു, ഓക്കെ അപ്പൊ തെളിവുകളൊക്കെ എനിക്ക് അത്ര അനുകൂലമായിട്ടൊന്നും അല്ലല്ലോ കിടക്കുന്നത്. സാറൊന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? ഒരു 2-3 ദിവസം ജയിലിൽ കിടന്നാലും സാറേ എന്താ ഒന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഈ വക്കീൽ പറയണ, എടോ എങ്ങനെയെങ്കിലും ജയിലിന്റെ ആ ഒരു പടി എന്നെ ചവിട്ടാതിരിക്കാൻ നീ ശ്രമിക്കുക. കാരണം ആ ഒരു മനുഷ്യൻ ജയിലിൽ പോയി എന്ന് പറഞ്ഞല്ലേ, അയാൾക്ക് അയാളുടെ കുടുംബം നഷ്ടമായി, അയാളുടെ ബിസിനസ് നഷ്ടമായി, ജീവിതം തന്നെ തോലഞ്ഞ് പണ്ടാരടങ്ങി. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചോ പ്രൊഫസർ ലോറിസ്. കുടുംബം തന്നെ അയാൾ കുളം തോണ്ടി കളയും. പാവ ഒരു മനുഷ്യന്റെ കുടുംബം ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അതുപോലത്തെ അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് വക്കീൽ പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലോക്കൽ റിപ്പോർട്ടർ ചാനൽ ഉണ്ടല്ലോ, അതിലൊരു ഇന്റർവ്യൂ വരികയാണ്. അതിൽ സംസാരിക്കുന്നത് അന്നയുടെ കൂട്ടുകാരിയായിട്ടുള്ള ബ്രസ്ലിയാണ്. അപ്പൊ ബ്രസ്ലി പറയുന്നുണ്ട്, ഈ പ്രൊഫസർ അത്ര നല്ല ആളൊന്നുമില്ല. ഇയാളൊരു ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തോ മോശമായിട്ട് തന്നെ തോന്നുകയാണ് ഈ ഒരു പ്രൊഫസറിനെ. അതായത് ഓരോ സമയം മുന്നോട്ടേക്ക് പോകുമ്പോഴും ഈ ലോറിസിനെതിരെയായിട്ടുള്ള തെളിവുകൾ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ ഒരു വാർത്ത ആര് കാണുന്നുണ്ട്? സ്റ്റെല്ല കാണുകയാണ്. സ്റ്റെല്ലയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ സ്റ്റെല്ല പറയാണ്, നിങ്ങൾ എന്തൊരു വൃത്തിയായിട്ട് മനുഷ്യനാണ്, ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ സ്റ്റെല്ലയോട് കരഞ്ഞുകൊണ്ട് തന്നെ ലോറിസ് പറയുന്നുണ്ട്, എടി ഒരു ഇച്ചിരിയെങ്കിലും കാശ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയായിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ലടി. എന്നാൽ സ്റ്റെല്ല ഒരു രീതിയിലും പ്രൊഫസറിനെ മനസ്സിലാക്കുന്നില്ല. ഇല്ല ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റെല്ലയും അതുപോലെ തന്നെ മകളെയും കൂട്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ഈ ഒരു പ്രൊഫസർ വീട്ടിൽ ഒറ്റയ്ക്കായിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവിടെ എവിടെയോ മറച്ചു വെച്ച് ഒരു മൈക്ക് വഴി ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ വോഗല്. അതായത് എന്താണ് ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നതെന്ന് വോഗലിന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമായിരുന്നു. ഇതേ സമയം തന്നെ രാത്രി
രാത്രിയായപ്പോൾ ഈ ലോറിസിനെ കാണാനായിട്ട് ലോക്കൽ റിപ്പോർട്ടർ ചാനലിൽ ആ ഒരു ലേഡി ഉണ്ടല്ലോ ഇവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേഡി പറയുന്നുണ്ട് എന്തായാലും നിന്നെ ആ ഒരു വോഗിൽ പോക്കും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ എന്റെ ചാനലിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ തരികയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നീട് ആൾക്കാർ നിന്നെ മനസ്സിലാക്കിയേക്കും. ഇതേ സമയത്ത് തന്നെ വോഗില് പറയണോ ഓഹോ നിനക്ക് നിന്റെ റേറ്റിംഗ് അല്ലേ ഈ ഒരു സമയത്ത് കൂട്ടണ്ടേ, എന്റെ നിരപരാധിത്വം അത് തെളിയിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതും പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ തന്നെ പ്രൊഫസർ ലോറിസ് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ സംസാരവും ആര് കേൾക്കുന്നുണ്ട്, വോഗില് കേൾക്കുകയാണ്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ വോഗലിന് വീണ്ടും മെസ്സേജ് വരികയാണ്. അതായത് ഈ പ്രൊഫസർ ലോറിസ് നിരപരാധിയാണ് എന്ന ഈ മെസ്സേജ് എല്ലാം വോഗല് ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, അതായത് മൈൻഡ് ആക്കുന്നില്ല. മാത്രമല്ല ഇപ്പൊ പ്രൊഫസർ ലോറിസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ ഒരു മനുഷ്യൻ പോകുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മുറിവ് ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഭ്രാന്ത് പിടിച്ചതുകൊണ്ടായിരിക്കണം ഒരു കത്തി എടുത്തുകൊണ്ട് ആ ഒരു മുറിയിൽ വീണ്ടും വരക്കുകയാണ്, നല്ല മുറിയാക്കുന്നുണ്ട്. അതായത് ചില ആൾക്കാർ സ്വയം വേദനിപ്പിച്ചുകൊണ്ട് ആശ്വാസം അടയും, ആ രീതിയിലുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് ആ ഒരു മുറി ഉണ്ടാക്കിയതിനു ശേഷം ഇത് പഴയതുപോലെ തന്നെ പിന്നെയും വെച്ച് കെട്ടുകയാണ്. ഇതേ സമയത്താണ് ഈ പ്രൊഫസർ ലോറിസിനെ ഒരാൾ വിളിക്കുന്നത്, സീക്രട്ട് ആയിട്ട് തന്നെ ഒരു റെസ്റ്റോറന്റിൽ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി. ഇന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു ലോറിസിനെ വിളിച്ചത് മറ്റാരുമല്ല, ഈ വോഗൽ ഉണ്ടല്ലോ ഇയാള് തന്നെ. ചെറിയൊരു ദേഷ്യ അമർഷം ഈ ഒരു ലോറിസിന് ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ വോഗലിനോട് ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇപ്പൊ വോഗൽ പറയണ എവിടെ നോക്കിയാലും പത്രക്കാര് റിപ്പോർട്ടേഴ്സ് ഒരു സമാധാനവും തരുന്നില്ല. പിന്നെ അവരായിട്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോട് പ്രൈവറ്റ് ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ആ ഒരു മുറി ഉണ്ടല്ലോ ഇതെങ്ങനെ ഉണ്ടായതാ. ഇതേ സമയത്തിന് പ്രൊഫസർ ഈ ട്രക്കിങ്ങിന് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടായ മുറിവാണിത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലോറിസെ, ഞാൻ നിങ്ങളുടെ വണ്ടി പരിശോധിച്ച സമയത്ത് അതിൽ വെച്ച് ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ യാതൊരു ലക്ഷണമോ കാര്യങ്ങളോ ഞങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോ ലോറിസിന് ഭയങ്കരമായിട്ട് ആശ്വാസമാവാണ്. എന്നാൽ വോഗൽ പറയാണ് മറ്റൊരു തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതായത് ഒരു പൂച്ചയുടെ രോമം. സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്, ഒരു പൂച്ചയുടെ രോമം കിട്ടിയിട്ട് എന്നെ നിങ്ങൾ എന്ത് കാട്ടാനാ, മീൻസ് എനിക്കെതിരായിട്ട് അത് എന്തൊരു തെളിവായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ ചില ഫോട്ടോസ് വോഗൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു പൂച്ച, അതിന്റെ കഴുത്തിലായിട്ട് നമ്മുടെ അന്ന കെട്ടുന്ന രീതിയിലുള്ള ഒരു ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ കഴുത്തിലുണ്ട്. ആ പ്രാന്തൻ ചേർക്കുന്നുണ്ടല്ലോ ബോർഗി, അവന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ് ഈ ഒരു പൂച്ചയുടെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അതായത് ഈ പൂച്ച എന്ന് പറയുന്നത് അന്നയുടെ തന്നെയാണ്, അത് കൺഫേം ആണ്. ഈ പൂച്ചയുടെ രോമങ്ങളാണ് ആ ഒരു വാഹനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. നിലവിൽ ഈ ഒരു പൂച്ചയെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു പൂച്ച അതെവിടെ പോയി? പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾ പറയേണ്ടി വരും പ്രൊഫസർ ലോറിസ്. ആകെ ടെൻഷനിലായ ഒന്നും തിരിയാത്ത ലോറിസ് ഇപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. മാത്രമല്ല ഇപ്പൊ കുറച്ചേരം മുന്നെയാണ് അവന്റെ മുറിയിൽ കത്തി വെച്ച് വരച്ച് വീണ്ടും അത് നന്നായിട്ട് മുറിയാക്കിയത്. നല്ല പച്ച മുറിയാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും ഒരു ഇച്ചിരി രക്തം ആ ഒരു ടേബിളിലാകുന്നുണ്ട്. ആ ഒരു രക്തത്തിലേക്ക് ഇപ്പൊ വോഗൽ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം പുറത്തേക്ക് പോയ പ്രൊഫസർ ലോറിസ് ഉണ്ടല്ലോ, കാണാതായിട്ടുള്ള ഈ അന്നയുടെ അച്ഛൻ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. എന്നാൽ ആ ഒരു മനുഷ്യനെ ലോറിസിന് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അന്നയെ തട്ടിക്കൊണ്ടുപോയത് ലോറിസ് ആണെന്നാണ്. സോ എന്തൊക്കെയോ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ലോറിസ് തലയും താഴ്ത്തി നടക്കുകയാണ്. ആ ഒരു മനുഷ്യനെ നോക്കാനേ പറ്റുന്നില്ല. എന്തായാലും വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യ പറഞ്ഞതുപോലെ തന്നെ താടി മുടിയൊക്കെ വല്ലാത്ത രീതിയിൽ വളർത്തിയിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഒരു തോട്ടത്തിലേക്ക് കുറെ പോലീസുകാരും ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സും പാഞ്ഞു ചെല്ലുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ വെച്ച് കാണാതായ അന്നയുടെ ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് വോഗലും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ താടിയെല്ലാം ഷേവ് ചെയ്ത് സുന്ദരക്കുട്ടപ്പനായിട്ട് ചുള്ളനായിട്ടുള്ള ലോറിസ് നേരെ ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതെ ജോലി ചെയ്യാണ് ലോറിസ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വോഗലും വന്നിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് കേൾക്കുകയാണ്. ഇപ്പൊ ലോറിസ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരു ഭാഗത്ത് വെച്ച് പറഞ്ഞിരുന്നല്ലോ, നല്ലൊരു കഥ, ഇത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആ ഒരു കഥയിൽ നല്ലൊരു വില്ലൻ വേണം. അത് മാത്രമല്ല ആ ഒരു വില്ലന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവ മനുഷ്യരും വേണം. അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വോഗല് പതിയെ ലോറിസിന്റെ അടുത്തേക്ക് വരികയാണ്. പാവപ്പെട്ട മനുഷ്യ, നീ എന്തായാലും പെട്ട് കഴിഞ്ഞു കേട്ടോ. കാണാതായ അന്നയുടെ ബാഗ് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്റെ രക്തമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു വല്ലാത്ത ട്രാപ്പിൽ തന്നെയാണ് പ്രൊഫസർ ലോറിസ് ചെന്ന് പെട്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ആ ഒരു രക്തം അതിൽ വന്നിട്ടുണ്ടാവുക, നമുക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. അതായത് ലോറിസിന്റെ രക്തം ഇന്നലെ ആ ഒരു ടേബിൾ ഇച്ചിരി ആയിപ്പോയില്ലേ, മിക്കവാറും വോഗൽ തന്നെ അത് തോണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് ആ ഒരു ബാഗിലാക്കിയിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ വോഗൽ ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കഥയുടെ ആരംഭത്തിൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന വോഗൽ ഡോക്ടർ ഫ്ലോറസിനോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഡോക്ടർ ഫ്ലോറസിനോട് വോഗൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഫ്ലോറസെ, നിങ്ങൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് ഇതുപോലെ ഒരു ഉൾനാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു? ഇപ്പൊ ഫ്ലോറസ് പറയാണ്, എന്റെ സേവനം ഈ ഒരു നാട്ടിലാണ് വേണ്ടിയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് സൂയിസൈഡൽ അറ്റംപ്റ്റ് അങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ഫ്ലോറസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കഴിഞ്ഞ കേസിൽ മനഃപൂർവ്വമായിട്ട് തന്നെ ഒരു പയ്യനെ നിങ്ങളൊരു കേസിൽ കുടുക്കിയില്ലേ, അതെന്തിനാണ്, എന്താണ് അതിന്റെ കാരണം? ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് വോഗല് കിടന്ന് പരങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്തിന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് വോഗലിനെ രഹസ്യമായിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പ്രൊഫസർ ലോറിസ് ഇങ്ങോട്ടേക്ക് വന്നില്ലേ. പിന്നീട് അവൻ തിരിച്ചു പോകുന്ന സമയത്ത് രക്തം ആ ഒരു ടേബിളിൽ വീണില്ലേ, ആ ഒരു രക്തം വോഗല് പതിയെ തോണ്ടിയെടുത്തു. എന്നിട്ട് കാട്ടിൽ നിന്നും കിട്ടിയ അന്നയുടെ ആ ഒരു ബാഗിൽ വോഗല് തന്നെയാണ് നമ്മൾ വിചാരിച്ചതുപോലെ കൊണ്ട് തേച്ചു വെച്ചത്. അപ്പോ പൂർണ്ണമായിട്ടും പ്രൊഫസർ ലോറിസിനെതിരെയായിട്ടുള്ള തെളിവുകൾ ഏകദേശം സെറ്റായി കഴിഞ്ഞു. അങ്ങനെ പ്രൊഫസർ ലോറിസിനെ പോലീസ് അറസ്റ്റും ചെയ്തു. കേസെല്ലാം ക്ലോസ് ചെയ്തിട്ട് വോഗല് നാട്ടിലേക്ക്
വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ ഒരു കോള് വരികയാണ്. അതായത് വോഗലിന് പല സമയത്തായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പ്രൊഫസർ ലോറിസ് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അതേ ലേഡി തന്നെയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അവര് വീണ്ടും പറയാന്നു പ്രൊഫസർ ലോറിസ് നിരപരാധിയാണ്, കുറ്റക്കാരൻ അവനാണ്, ദ ഫോഗ് മാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഹിസ്റ്ററി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ഒരു ലേഡി വോഗറിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം ആരാണ് ഈ ഫോഗ് മാൻ? ഫോഗ് മാൻ തട്ടിക്കൊണ്ടുപോയ ആ 6 പെൺകുട്ടികൾ. ഇവരെ കുറിച്ച് ഈ വോഗൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മുതലാണ് കഥ ഒന്ന് മാറാൻ പോകുന്നത്, അതായത് വേറെ ലെവലിലേക്ക് ഇനി പോകാൻ പോകുന്നത്. എന്തായാലും ഇങ്ങനെ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞല്ലേ ഈ പരിപാടിയൊക്കെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. അപ്പോൾ അവൻ ആ ഒരു സൈക്കോ കില്ലർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഈ ഒരു റിപ്പോർട്ടർ ലേഡിയെ കാണാനായിട്ട് വോഗൽ അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നടക്കാനൊന്നും കഴിയാത്ത വീൽ ചെയറിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീയാണത്. അപ്പൊ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട്, കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുന്നേ 6 സ്ത്രീകളെയാണ് ഈ ഫോഗ്മാൻ ആ ഒരു സൈക്കോപാത്ത് തട്ടിക്കൊണ്ടുപോയത്. ഇത് അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാരണം തട്ടിക്കൊണ്ടുപോയ ആ 6 പെൺകുട്ടികളും 13-16 വയസ്സിനിടയിലാണ്. പ്രായം അതുപോലെ തന്നെ അവരുടെ മുടി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലാണ്. എനിക്കുറപ്പാണ് ഫോഗ്മാൻ 30 വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അതാരാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം വോഗൽ. എനിക്ക് ഈ കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അന്ന, അവളും ഇതേ പ്രായം തന്നെയാണ്, 13-16 ഈ ഒരു വയസ്സിനിടയിൽ തന്നെയുള്ള ആളാണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു മുടി ചെമ്പൻ ചുവന്ന നിറത്തിലുള്ളതാണ്. അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു ഡയറി ഇങ്ങോട്ടേക്ക് പാർസലായിട്ട് വന്നിട്ടുണ്ട്. ഇത് അന്നയുടെ യഥാർത്ഥ ഡയറിയാണ്. ഈ ഫോഗ്മാൻ ഇയാളുണ്ടെന്ന് പറഞ്ഞ് പല അന്വേഷണങ്ങളും കാര്യങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും എന്നെ ഭ്രാന്തിയാക്കി ചിത്രീകരിച്ചു. ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തിന്റെ പിന്നാലെ പായുന്ന ഒരു ഭ്രാന്തിയായിട്ട് വോഗൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു ഫോഗ്മാനെ കണ്ടുപിടിക്കണം. യഥാർത്ഥ സൈക്കോപാത്ത് അവന് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. എന്തായാലും ഇപ്പോ അന്നയുടെ യഥാർത്ഥ ഡയറി കിട്ടിയല്ലോ. അത് നേരെ വോഗൽ കാറിലേക്ക് ചെന്നിട്ട് അത് തുറന്ന് വായിക്കാണ്. അതൊരു ചെറിയ പൂട്ടെല്ലാം വെച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തുറന്ന് അങ്ങനെ വായിക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് അന്ന ഒരു പയ്യനെ കണ്ടുപിട്ടി, ഒലിവർ. അതാണ് അവന്റെ പേര്. കണ്ട മുതലേ അവനോടുള്ള ആ ഒരു പ്രണയം അത് ശരിക്കും അവളുടെ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട്. അവന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും ഒലിവർ ആ ഒരു പേരിന്റെ ആദ്യ അക്ഷരമായിട്ടുള്ള ഓ അത് അവളുടെ കയ്യിൽ അവൾ ഇങ്ങനെ വട്ടിട്ട് വെക്കും, ചുമ്മാ ഒരു ടാറ്റു പോലെ. അത്രത്തോളം അവൾ ഒലിവറിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യം ഈ കേസ് തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും നമ്മുടെ വോഗലിന് മനസ്സിലാവില്ല. എന്തായാലും വീണ്ടും ആ ഒരു ഡയറി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പല കാര്യങ്ങളും വോഗൽ കാണുന്നുണ്ട്. എന്നാൽ ഒന്നിനുമായിട്ട് ഒരു കണക്ഷൻ നമ്മുടെ വോഗലിന് തോന്നുന്നില്ല. എന്നാൽ ആ ഡയറിയിൽ ഒരു ഫോട്ടോ വോഗലിന് കാണാൻ കഴിഞ്ഞു, ഒരു കുരിശ് ഒരു കാട്ടിൽ നിൽക്കുന്നത് പോലെ. ആ ഒരു സ്ഥലം നമ്മുടെ വോഗൽ നേരത്തെ കണ്ടിട്ടുണ്ട്, ഈ നാട്ടിൽ തന്നെയാണ്. നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ് കുരിശ് നാട്ടിയ ഒരു കാടിന്റെ ഒരു ഭാഗം. മാത്രമല്ല അതിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ കുഴിച്ചിട്ടതുപോലെ വോഗലിന് തോന്നുകയാണ്. പെട്ടെന്ന് മാന്തി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ച എന്തോ ഒന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ ഒരു കേസറ്റാണ്. വേഗം തന്നെ വോഗൽ ആ ഒരു കേസറ്റ് ഓഫീസിലേക്ക് ചെന്ന് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ അന്യുണ്ടല്ലോ ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ഡ്രഗ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ് ആണത്. മാത്രമല്ല ആ ഒരു വീഡിയോ ഫുട്ടേജ് കണ്ട സമയത്ത് തന്നെ വോഗലിന് അത് ഏത് ഹോട്ടലാണെന്ന് മനസ്സിലായി. എന്നാൽ നിലവിൽ അത് വർക്ക് ചെയ്യുന്നില്ല, ഗവൺമെന്റ് ബാൻ ചെയ്ത് അതായത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് വോഗൽ ഉള്ളിലേക്ക് എത്തുകയാണ്. അവളന്ന് പൂട്ടിയിട്ട് ആ ഒരു മുറിയും കാര്യങ്ങളൊക്കെ വോഗൽ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വോഗലിന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു കാസറ്റും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് വോഗൽ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വരണം എന്ന് കരുതിയിട്ട് ആരൊരാൾ സെറ്റ് ചെയ്ത ഒരു ട്രാപ്പ് തന്നെയായിരുന്നു അത്. എന്തായാലും ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഉള്ളത് പറയുകയാണെങ്കിൽ വോഗൽ നല്ല രീതിയിൽ ഈ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. വോഗൽ ഇപ്പോൾ ഡോക്ടർ ഫ്ലോറസിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ ഫ്ലോറസിന്റെ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ അതിന്റെ പല ഭാഗത്തായിട്ട് ഈ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം ഫിഷ് ഉണ്ട്. അതിന്റെ ആ ഒരു ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തിനാ ഈ ഒരു ഫിഷിന്റെ മാത്രം ശില്പങ്ങൾ ഇങ്ങനെ വെച്ചെന്ന് വോഗൽ ചോദിക്കുന്ന സമയത്ത് ഫ്ലോറസ് പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു മീനുകളെ. അത് ഒരു ചെറിയ കഥയാണ്. ഒരു ദിവസം ഞാൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തടാകത്തിലേക്ക് ചെന്നു. ഒരെണ്ണത്തിന് ഞാൻ പിടിച്ച് കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതേ സമയത്തിന് ശ്വാസം കിട്ടാതെ അത് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ആ ഒരു മീനിന്റെ കൂടെ തന്നെ ഞാനും അവിടെ വെച്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരു മീനിന്റെ വേദന അല്ലെങ്കിൽ ആ ഒരു വിഷമം അത് എത്രത്തോളം ആണെന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അതേ സിറ്റുവേഷനിൽ കൂടെ തന്നെ ആ ഒരു പെയിനിലൂടെ തന്നെ ഞാൻ പോയി. എന്തായാലും ആ ഒരു മീനിനെ ഞാൻ വെറുതെ വിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് എന്തോ ആ ഒരു മീനിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതിനു ശേഷം. അതുകൊണ്ടാണ് ചുമ്മാ ഇതുപോലെയുള്ള ശിലകൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ വോഗൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ ഇതുപോലെ തിരിച്ചു വന്നിരിക്കുന്നത്? എല്ലാവരും നിങ്ങളെ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളൊരു മോശക്കാരനാണെന്ന് വരുത്തി തീർത്ത് നിങ്ങളെ ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചില്ലേ, നിങ്ങളുടെ ജോലി തന്നെ പോയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? ഇതേ സമയത്തിന് വോഗൽ പറയാണ് യഥാർത്ഥ കുറ്റവാളി അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അവനെ ഞാൻ കൊന്നു കഴിഞ്ഞു. ഇത് കേട്ട സമയത്ത് വോഗൽ ആകെ ഞെട്ടിപ്പോവാണ്. ഇവിടെ വെച്ചാണ് മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് വെളിവാകാൻ പോകുന്നത്. അതായത് വോഗല് മനഃപൂർവ്വം തന്നെ പ്രൊഫസർ ലോറിസിനെ കുട്ടിക്ക് ജയിലിലാക്കിയില്ലേ. സോ ഈ വോഗൽ ചെയ്ത പരിപാടികളൊക്കെ ആ ലോക്കൽ വക്കീല് കേസിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോറിസിന് അതായത് പ്രൊഫസറിന് കുറ്റവിമുക്തനാകാൻ കഴിഞ്ഞു. മാത്രമല്ല ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനനഷ്ടം സംഭവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിന് നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുകയും കിട്ടി. എന്തായാലും ഇതിനുശേഷം വോഗലിനെ അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ അത് ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ആളുണ്ടല്ലോ അയാളാണ്. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലോക്കൽ പോലീസും അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓഫീസറും രണ്ടുപേരും കൂടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുകയാണ്. അതായത് ഇവർ പറയുന്ന കാര്യം അന്ന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവളുടെ ആ ഒരു മിസ്സിങ്ങിന് കാരണം ഫോഗ്മാൻ ആ ഒരു സൈക്കോ
സൈക്കോപാത്താണ്. 30 വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫോഗ്മാൻ അത് റിയൽ ആണ്. തീർച്ചയായിട്ടും അധികം വൈകാതെ ഫോഗ്മാനെ ഞങ്ങൾ പിടികൂടിയിരിക്കും. ഇന്ന് ഈ രീതിയിലൊക്കെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വോഗല് ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വോഗല് അവിടെ ഉണ്ടായിരുന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ വിളിച്ചിട്ട് ഫൈനലായിട്ട് അവസാനമായിട്ട് പ്രൊഫസർ ലോറിസുമായിട്ട് എനിക്കൊന്ന് ഇന്റർവ്യൂയിലൂടെ സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മുടെ വോഗൽ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് പ്രൊഫസർ ലോറിസിന്റെ കയ്യിൽ ഓ എന്ന് എഴുതിയ ഒരു പാട്, ഒരുമാതിരി ഒരു പേന കൊണ്ട് വട്ടട്ടിച്ചുള്ള പാട്. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് പ്രൊഫസർ ലോറിസ് അറിയാലോ, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പൈസയുടെ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്താണ് പ്രൊഫസർ ഒരു വാർത്ത കാണുന്നത്. ഈ ഒരു വോഗല് കഴിഞ്ഞ കേസിൽ ചെറിയ രീതിയിലുള്ള കള്ളത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ നിരപരാധിയായിട്ടുള്ള ആ ഒരു മനുഷ്യന്, നിരപരാധിയാണെന്നല്ല, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം എന്തോ ഒരു തെളിവുണ്ടാക്കിയിട്ട് വോഗൽ അയാളെ കുടിക്കിയതാണ്. പക്ഷേ ആ ഫേക്കായ തെളിവുകൾ പുറത്തായി പോയി. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു അയാൾ നിരപരാധിയാണെന്ന്. സോ വോഗൽ അവിടെയും അപമാനിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു കുറ്റവാളി നിരപരാധിയാണെന്ന് രക്ഷപ്പെട്ടത് കൂടെ ഇയാൾക്കൊരു വലിയ തുകയും കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം അവിടെ പ്രൊഫസർ നോട്ട് ചെയ്തു. എന്നിട്ട് ഇയാളുടെ കോളേജിൽ വെച്ചിട്ട് യാദൃശികമായിട്ട് ഈ ഫോഗ്മാനെ കുറിച്ച് പ്രൊഫസർ അറിയാണ്. മാത്രമല്ല ചുവന്ന മുടിയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു ഫോഗ്മാന്റെ ആ ഒരു ഹിസ്റ്ററി നന്നായിട്ട് പരിശോധിച്ചു. ഇതേ സമയത്താണ് അവിടെ തന്നെ പഠിക്കുന്ന ബോർഗി എന്ന് പറഞ്ഞ പയ്യൻ, ചുവന്ന മുടിയുള്ള നമ്മുടെ അന്നയെ തന്നെ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങൾ ഈ പ്രൊഫസർ ശ്രദ്ധിച്ച്, അതുകൊണ്ട് തന്നെ അന്നെ ഈ പ്രൊഫസർ ചൂസ് ചെയ്യാണ്. അതെന്തിനാണെന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഈ ഒരു പയ്യൻ ഈ വീഡിയോ എപ്പോഴൊക്കെ അന്നയുടെ കൂടെ ഇരുന്ന് എടുക്കുന്നോ അപ്പോൾ മനഃപൂർവ്വം തന്നെ ഇയാളുടെ ആ ഒരു വൈറ്റ് ജീപ്പുമായിട്ട് ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ പോകും. അതായത് ആ ഒരു വിഷ്വല് മനഃപൂർവ്വം തന്നെ ഈ ഒരു ജീപ്പ് പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബോർഗി പോലും അറിഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം. എന്നിട്ട് പ്രൊഫസർ നല്ലൊരു ദിവസം നോക്കി സെലക്ട് ചെയ്യാണ്. അത്യാവശ്യം ഇരുട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട്. ഇപ്പൊ പ്രൊഫസർ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ടുണ്ട്. പ്രൊഫസർ നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ അന്ന, അതുകൊണ്ട് ഒച്ചയും ബഹളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ പ്രൊഫസർ അവിടെ കിടന്ന് ഇങ്ങനെ പരിഗണന സമയത്ത് അന്ന ചോദിക്കാണ്, അല്ല പ്രൊഫസർ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ പ്രൊഫസർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പൂച്ചയെ മിസ്സായിട്ടുണ്ടെന്ന്. അപ്പൊ തെരയാനായിട്ട് പ്രൊഫസറിന്റെ കൂടെ അന്നയും കൂടിയിട്ടുണ്ടായിരുന്നു. അന്നയുടെ കയ്യിൽ അവളുടെ പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് ഒരു ഗ്ലൗസ് ഇട്ട് വന്ന പ്രൊഫസർ അന്നയെ വലിച്ചെടുത്തുകൊണ്ട് വായ പൊത്തിക്കൊണ്ട് ഇയാളുടെ വാനിലേക്ക് കയറ്റുന്നുണ്ട്. ഇതിനുശേഷം ഗവൺമെന്റ് ബാൻ ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക് അന്നയെ കൊണ്ടുപോവാണ്. അവിടെ വെച്ച് മുഖമൂടിയെല്ലാം ഇട്ടുകൊണ്ട് അവളെ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്ത് ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇയാൾ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഡ്രഗ്സ് കൊടുത്ത് അവസാനം പാവം നമ്മുടെ അന്ന മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവളുടെ ആ ഒരു ശരീരം പിന്നീട് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തു ഒരിക്കലും ആർക്കും കിട്ടാത്ത രീതിയിൽ ഈ പ്രൊഫസർ ലോറിസ് തന്നെ ഡിസ്പോസ് ചെയ്ത് കളയുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഒരു ഡയറി ഉണ്ടല്ലോ, അതും ഈ ഒരു പ്രൊഫസർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതെന്താണെന്നും അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്നും ഈ ഒരു പ്രൊഫസർ നോക്കി വായിച്ചിട്ടൊന്നുമില്ല. മാത്രമല്ല ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ വോഗലിന് കിട്ടിയ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പ്രൊഫസർ ലോറിസ് തന്നെയാണ് മനഃപൂർവ്വം തിരികെ വെച്ചത്. മാത്രമല്ല നമ്മുടെ അന്നയുടെ ഒരു ബാഗ് ഉണ്ട്, അത് ഈ പോലീസുകാർക്ക് തിരഞ്ഞാൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു കാട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞതും ഈ ഒരു പ്രൊഫസർ ലോറിസ് തന്നെയാണ്. എന്നാൽ പ്രൊഫസറിന് ഇതിനേക്കാൾ വലിയൊരു മാസ്റ്റർ പ്ലാൻ വേറെ ഒന്നുണ്ടായിരുന്നു. അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ പ്രൊഫസറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വോഗൽ വിളിക്കുന്നത് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു വിളിച്ച സമയത്താണ് ഈ പ്രൊഫസർ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ അതൊന്നും കൂടെ ആഴത്തിലാക്കി പച്ച മുറി പോലെ ആക്കിയത്. എന്നിട്ട് അവരുടെ ആ ഒരു സംസാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ഒരു ടേബിളിൽ മനഃപൂർവ്വം തന്നെ പ്രൊഫസർ ആ ഒരു ബ്ലഡ് അവിടെ ആക്കിയതാണ്. എന്തായാലും ഈ ഒരു കേസിലെ കൊലപാതകയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെയും ഈ ഒരു വോഗല് പോകുമെന്ന് പ്രൊഫസർ ലോറിസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഉറ്റിയ രക്തം വെച്ച് തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് ഈ രക്തം കൊണ്ടിട്ട് ആ ഒരു ബാഗിൽ പുരട്ടുമെന്നും ഈ ഒരു പ്രൊഫസറിന് നന്നായിട്ട് അറിയായിരുന്നു. അതുപോലെ തന്നെ വോഗൽ ചെയ്തു. അവന്റെ ആ ഒരു ട്രാപ്പിൽ വോഗൽ വരെ പെട്ടുപോയി. ഈ കാര്യങ്ങളെല്ലാം ഫ്ലോറസിനോട്, അതായത് ഡോക്ടർ ഫ്ലോറസിനോട് വോഗൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്ത് നിങ്ങൾ എങ്ങോട്ടേക്ക് ഈ പറഞ്ഞു പോകുന്നത്? അതായത് ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും കൊന്നതും എല്ലാം അവൻ തന്നെ, എന്നിട്ട് അവനെ പിടിക്കാനായിട്ടുള്ള ആ ഒരു തെളിവുകൾ ഉണ്ടാക്കി തന്നത് അവൻ തന്നെ. അതെല്ലാം പോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ 100% ഈ ഒരു പ്രൊഫസർ തന്നെയാണ് കൊലപാതകിയെന്ന്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? അതായത് ഒരുപാട് ക്രിമിനൽസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ അന്നയുടെ കയ്യിലായിട്ട് ഒരു ഓ എന്ന് അവൾ വെറുതെ എഴുതി വെക്കാറുണ്ട്. കാരണം അവൾ പ്രണയിച്ച ഒലിവറിന്റെ ആ ഒരു പേരിന്റെ ആദ്യ അക്ഷരമാണ്. എന്ന് എന്തുകൊണ്ടാണ് അന്ന അവളുടെ കയ്യിൽ ഓ അല്ലെങ്കിൽ ആ ഒരു വൃത്തം വരച്ചു വെച്ചതെന്ന് ഈ പ്രൊഫസർ ലോറിസിന് അറിയില്ല. കാരണം അവളുടെ ആ ഒരു ഡയറി അവൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ലോറിസിന് അറിയില്ലായിരുന്നു. മാത്രമല്ല അവളുടെ കയ്യിലെ ആ ഓ എന്ന ആ ഒരു ടാറ്റ് പോലെ ഇയാൾക്ക് തോന്നി. അതിൽ എന്തോ ഒരു ഇൻഫാക്ഷൻ തോന്നിയിട്ട് ഇയാൾ സ്വയം, ചില ക്രിമിനൽസ് അങ്ങനെ ചെയ്യാറുണ്ട്, ഇയാൾ സ്വയം ആ ഒരു വൃത്തം അല്ലെങ്കിൽ ഓ എന്ന് അയാളുടെ കയ്യിൽ എഴുതി വെച്ചു. അന്ന് ഇന്റർവ്യൂവിന് പോയ സമയത്ത് അയാളുടെ കയ്യിൽ ഞാനത് കണ്ടു. അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അയാൾ ചെയ്തു വെച്ച ആ ഒരു പരിപാടി. എന്നാൽ ഫ്ലോറസിന് വീണ്ടും സംശയങ്ങൾ തീർന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയെ അന്നയെ തന്നെ ഈ പ്രൊഫസർ ലോറിസ് തെരഞ്ഞെടുത്തത്? അവൾ എന്തിനാണ് കൊന്നത് എന്ന് ഇതേ സമയത്തിന് വോഗല് പറയാണ്, അവന്റെ ലക്ഷ്യം അന്ന അവളല്ലായിരുന്നു, അവന്റെ ലക്ഷ്യം ഞാനാണ്, എന്നിലേക്ക് എത്തലാണ്. ഓൾറെഡി ഈ പ്രൊഫസർ ലോറിസിന് അറിയാം എന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന്. അതായത് അവൻ കുറ്റവാളിയാണ് എനിക്ക് ഉറപ്പാണ്, പക്ഷെ തെളിവുകളില്ല, ഞാൻ തെളിവുകൾ ഉണ്ടാക്കി, പക്ഷെ അത് പിടിക്കപ്പെട്ടു പോയി. അതേ രീതിയിൽ തന്നെ അവനെയും പിടിക്കണം, എന്നിട്ട് അവൻ ഒരു നിരപരാധിയാണെന്ന് അവൻ പ്രൂവ് ചെയ്യണം, മറ്റേ ആൾക്ക് കിട്ടിയതുപോലെ നല്ലൊരു എമൗണ്ട് ഇവനും കിട്ടണം. ഇതായിരുന്നു അവന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ബലിയാടാക്കിയത് ചെറിയൊരു പെൺകുട്ടിയാണ്. അവളെയാണ് ക്രൂരമായിട്ട് അവൻ ടോർച്ചർ ചെയ്ത് കൊന്നു കളഞ്ഞത്. ഒരു രീതിയിലും അവൻ മാപ്പ് അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന
അതേ സമയത്ത് തന്നെ അവനെ ഞാൻ വണ്ടി ഇടിച്ച് മനഃപൂർവ്വം കൊന്നുകളഞ്ഞതാണ്. അവൻ അർഹിക്കുന്ന ശിക്ഷ, മരണശിക്ഷ, അത് തന്നെ ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. വോഗലിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ പ്രൊഫസർ ലോറിസ് ഇപ്പോഴും ഒരു നിരപരാധിയാണ്. എന്നാൽ യഥാർത്ഥ കഥ അത് ഈ വോഗലിനും അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ ഫ്ലോറസിനെ അറിയാം. എന്നാൽ ഇവർക്കാർക്കും അറിയാത്തൊരു രഹസ്യം, അത് ആരാണ് ഈ ഫോഗ്മാന്? 6 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട്, ഈ ചുവന്ന മുടിയുള്ള 6 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആ ഫോഗ്മാൻ അതാരാണ്? എന്തായാലും ആ ഒരു മിസ്റ്ററി ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് വോഗല് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡോക്ടർ ഫ്ലോറസ് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ഉറക്കാണ് കേട്ടോ. ഇതിന് ശേഷം ഡോക്ടർ ഫ്ലോറസ് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാരേജിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ മച്ചന്മാരെ, തുറന്നു നോക്കുമ്പോ അതിലുണ്ട് 6 സ്ത്രീകളുടെ മുടി. അതൊരു പ്രത്യേക രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ ആ ഒരു ഫോഗ്മാൻ 30 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സൈക്കോപാത്ത് മറ്റാരുമല്ല, ഈ ഒരു ഡോക്ടർ തന്നെയാണ്. ഈ ഡോക്ടർ ഒരു കഥ വോഗലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു മീൻ പിടിക്കുന്ന സമയത്ത് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇയാളുടെ മുന്നിൽ കിടന്ന ഒരു മീൻ പെടഞ്ഞുകൊണ്ടിരുന്നു എന്ന്. അത് മീനല്ലായിരുന്നു, അവസാനത്തെ ആ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ആ ഒരു പെയിൻ എന്താണെന്ന് ഈ ഒരു ഡോക്ടർ ഫ്ലോറസ് അവിടെ വെച്ച് മനസ്സിലാക്കി. ഈ സൈക്കോപാത്ത് അവിടെ വെച്ച് അവൻ ഈ ഒരു പരിപാടി നിർത്തി. ഇതിനുശേഷം അവൻ ചെയ്ത ആ ഒരു തെറ്റുകൾക്ക് പരിഹാരമായിട്ട് ഈ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ സേവനം ചെയ്യാനായിട്ട് ഈ ഡോക്ടർ തീരുമാനിച്ചു. എന്തായാലും ഫോഗ്മാന്റെ ആ ഒരു മിസ്റ്ററിയും ഇവിടെ നമുക്ക് മനസ്സിലായില്ലേ? എന്നാൽ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ വോഗൽ എന്തിനാണ് ഫ്ലോറസിന്റെ അടുത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞത്? അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, വോഗലിന് ഈ ഫോഗ്മാൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അത് ഇതിൽ കാണിക്കുന്നൊന്നുമില്ല, എന്റെ തോന്നലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. അതുപോലെ തന്നെ 10ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഈ ഒരു ടെസ്റ്റ് കണ്ട് നിങ്ങൾ ഞെട്ടിയോ? ഓക്കെ, എന്തായാലും കൂടുതൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്നും മറക്കാതിരിക്കുക. അപ്പൊ ഓക്കെ, ബൈ.